യയൂദദർശയനസ്ഥലം കുശസമാസ്തൃതം ത്വം രാമസ്യ പ്രിയതമഃ. ഗുഹനോട് ഭരതൻ പറയാണ്, നീ രാമന് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭക്തിമാനസി ഭാഗ്യവാൻ, നീ ഭക്തിമാനാണ്, ഭാഗ്യവാനാണ്. ഭഗവാന്റെ ദർശനം കിട്ടിയല്ലോ. ഇത് സംസ്മൃത്യ ഇങ്ങനെ ഓരോന്നോർത്തോർത്ത് രാമം സാശ്രുവിമോചനം, ഇങ്ങനെ രാമനെ ഓർത്തോർത്ത് കണ്ണീർ നിറഞ്ഞ മിഴികളോടെ ഗുഹേന സഹിതസ്തത്ര, ഗുഹനോടുകൂടി തത്ര അവിടെ, രാമഃ നിശിസ്ഥിതഃ തത്ര, എവിടെയാണോ രാമൻ തലേനാൾ കിടന്നുറങ്ങിയ അങ്ങോട്ട് പോയിട്ട് യയൗ പോയി, ദദർശ കണ്ടു, ശയനസ്ഥലം കുശസമാസ്തൃതം, ദർഭപ്പുല്ല് വിരിച്ചിട്ടിരിക്കുന്ന ആ സ്ഥലം കണ്ടു. അവിടെയാണ് തലേദിവസം രാത്രി സീതയോടൊപ്പം ശ്രീരാമചന്ദ്രൻ വനത്തിൽ അന്ന് ആദ്യത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടത്. അങ്ങനെയാണ് എന്നർത്ഥം. സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുവിരർച്ചിതം ദുഃഖസംതപ്ത ഹൃദയ ഭരത പര്യദേവയത്. ആ ക്ഷത്രിയൻ്റെ ഒരു കരുത്താണ് അവിടെ. തലേ ദിവസം കിടന്നത് കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി. ക്ഷത്രിയന് അടുത്ത ദിവസം യുദ്ധമാണെങ്കിൽ അതേ സുഖത്തോടെ അതേ സന്തോഷത്തോടു കൂടി പടക്കളത്തിലും കിടക്കാൻ പറ്റണം. അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കരുത്താണ് ക്ഷത്രിയൻ്റേത്. ആ ദ്വന്ദ്ങ്ങളെ, സുഖദുഃഖങ്ങളെ, ക്ലേശങ്ങളെ എല്ലാം ഒരുപോലെ നേരിടാനുള്ള, എന്തിനു വേണ്ടിയിട്ട്? രാജ്യത്തിന് വേണ്ടിയിട്ട്, ആ സംരക്ഷണത്തിന് വേണ്ടി. അതാണ് രാമൻ തലേദിവസം കിടന്ന് അതുപോലെ സുഖമായിട്ടാണ് കിടന്നുറങ്ങിയതെന്നവിടെ. സീതാഭരണ സംലഗ്ന സ്വർണബിന്ദുവിരർച്ചിതം ദുഃഖസംതപ്ത ഹൃദയ ഭരത പര്യദേവയത്. സീതാഭരണ സംലഗ്ന, സീതയുടെ ആഭരണത്തിലുള്ള സ്വർണബിന്ദുഭി, സ്വർണപ്പൊടി കൊണ്ട്, അർച്ചിതം എന്ന് പറഞ്ഞാൽ ആ ആഭരണങ്ങളുടെ പൊടി, സ്വർണത്തിനിപ്പോൾ എങ്ങനെയാണ് അറിയാമല്ലോ, പുതിയ ആഭരണമായിരിക്കും. അത് കിടന്നെടുത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. ദുഃഖസംതപ്ത ഹൃദയ, അത് കണ്ടപ്പോൾ, ഇത് ദേവി ഇവിടെയാണ് കിടന്നുറങ്ങിയത് തലേ രാത്രി എന്ന് കണ്ടപ്പോൾ ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഭരത പര്യദേവയത്, ഭരതൻ പൊട്ടിക്കരഞ്ഞുപോയി. അഹോതി സുകുമാരീയ സീതാ ജനകനന്ദിനി പ്രാസാദേ രത്നപര്യങ്കേ കോമളാസ്തരണേ ശുഭേ രാമേണ സഹിതാശേദേ സാ കഥം കുശവിഷ്ടരേ സീതാ രാമേണ സഹിതാ ദുഃഖേന മമ ദോഷതഃ. ആ അനുജനാണ് കരയണേന്ന് ആലോചിച്ചോളേ, ജ്യേഷ്ഠനെ ഓർത്തിട്ടേ. അഹോ അതിസുകുമാരി, സുകുമാരി എന്ന് പറഞ്ഞാൽ അത്ത് വളരെ അതിസുന്ദരിയാണ്, അതികോമളമായ അംഗങ്ങളോടുകൂടിയ സീത. യാ സീത ജനകനന്ദിനി, മാത്രമല്ല ജനകൻ്റെ പുത്രിയുമാണ്, മഹാരാജാവിൻ്റെ പുത്രിയുമാണ്. പ്രാസാദേ രത്നപര്യങ്കേ കോമളാസ്തരണേ ശുഭേ. പ്രാസാദേ കൊട്ടാരം, പ്രസാദം നമ്മൾക്ക് കിട്ടുന്നത്. പ്രാസാദം ഒരു ദീർഘം വരുമ്പോൾ കൊട്ടാരം. കൊട്ടാരത്തിലെ മാളികയിൽ കോമളാസ്തരണേ, നനുത്ത കോമളമായ മിനുമിനുത്ത പട്ടുവിരിപ്പിൽ, ശുഭേ രത്നപര്യങ്കേ, രത്നം പതിപ്പിച്ച കട്ടിലിൽ, രാമേണ സഹിത യാ ശേദേ, രാമനോടൊപ്പം തലേ ദിവസം അവിടെയാണ് ഏട്ടത്തി കിടന്നത്. സാ ജനകനന്ദിനി, ആ ജനകനന്ദിനി അവിടെയാണ് കിടന്നത്. എന്നിട്ടോ ഇപ്പോൾ എവിടെയാണ്?
ആ അതിസുകുമാരിയായ സീത രാമേണ സഹിത ദുഃഖേന മമദോഷതഃ സാ കഥം കുശവിഷ്ടരേ എന്നുണ്ടെങ്കിൽ ദർഭപ്പായിൽ മമദോഷതഃ എൻ്റെ ദോഷം കൊണ്ട് എന്നെ ചൊല്ലി ഞാൻ കാരണമായിട്ട് രാമേണ സഹിത രാമനോടൊപ്പം വെറും കുശപ്പുല്ലിൽ ദർഭപ്പുല്ലിൽ കിടന്നല്ലോ. എങ്ങനെ കിടക്കാൻ പറ്റി? ദുഃഖേന കഥം ശേതേ, സങ്കടം കൊണ്ട് എങ്ങനെ കിടക്കാൻ കഴിഞ്ഞിരിക്കാം? അവരസ്വസ്ഥരായിരുന്നിരിക്കാം. ഭരതൻ അതോർത്ത് ദുഃഖിക്കുകയാണ്. ദിക് മാം ജാതോസ്മി കൈകേയ്യാം പാപാരാശി സമാനതഃ മദ്നിമിത്തമിദം ക്ലേശം രാമസ്യ പരമാത്മനഃ. ദിക് മാം, ഞാൻ നിന്ദിക്കപ്പെട്ടവനാണ്. എല്ലാവരും എന്നെ വെറുക്കട്ടെ, എന്നെ നിന്ദിക്കട്ടെ. കാരണം എന്താ? അഹം ജാതഃ അസ്മി കൈകേയ്യാം, ഞാൻ കൈകേയിയിൽ ജനിച്ചവനല്ലേ, കൈകേയിയുടെ പുത്രനായി പോയില്ലേ, എന്നെ നിന്ദിക്കട്ടെ എല്ലാവരും. നമ്മുടെ സതീദേവി പറയുന്നില്ലേ, അച്ഛൻ്റെ അടുത്ത് തിരിച്ചു നിന്നിട്ട്, ഞാൻ ഇനി ഈ ശരീരം വച്ചുകൊണ്ടിരിക്കാനുള്ള ഇടയ്ക്ക് എന്നെ ആൾക്കാർ ദാക്ഷായിണി എന്ന് വിളിക്കും, ദക്ഷൻ്റെ പുത്രി എന്ന് വിളിക്കും. നാണക്കേടാ. കാരണം ദക്ഷൻ ആരാണ്? അച്ഛനാണ്. ഈ അച്ഛൻ മഹാദേവനെ നിന്ദിച്ച ആളാണ്. അപ്പോൾ ദാക്ഷായിണി എന്ന പേര് കേൾക്കുമ്പോൾ എനിക്ക് അപമാനമാണ്. അതുകൊണ്ട് ഞാൻ ഈ ശരീരം വച്ചുകൊണ്ടിരിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങനൊരു കാരണം കൂടെ പറയുന്നുണ്ട്, സതീദേവി. പിന്നീടാണ് പാർവതിയായിട്ട് പോലും ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൈകേയിയുടെ പുത്രനായിട്ട് ഞാൻ ജനിച്ചില്ലേ. കൈകേയ്യാം പാപരാശി സമാനതഃ, പാപക്കൂട്ടം, പാപം രൂപം പൂണ്ടുവന്ന കൈകേയിയിൽ ഞാൻ ജനിച്ചു. അതുകൊണ്ട് എല്ലാവരും എന്നെ നിന്ദിക്കട്ടെ. മത് നിമിത്തം ഇതം ക്ലേശം, ഞാൻ കാരണമാണല്ലോ ഈ ക്ലേശമുണ്ടായത്. രാമസ്യ പരമാത്മനഃ, പരമാത്മനഃ രാമസ്യ, പരമാത്മസ്വരൂപനായ രാമന് ഞാൻ നിമിത്തമാണല്ലോ ഈ ക്ലേശമുണ്ടായത്. അതുകൊണ്ട് ആളുകൾ എന്നെ നിന്ദിക്കട്ടെ. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള അയ്യപ്പസ്വാമിയുടെ അവർ പിന്നെ അകത്ത് കിടക്കുക, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ പുറത്ത് നിൽക്കുന്നവരുടെ ബന്ധുക്കാരില്ലേ, അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. പറയണ എന്താ പറയണേ? അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാ, അദ്ദേഹത്തിൻ്റെ മകനാ, അദ്ദേഹത്തിൻ്റെ മകളാ, അല്ലെങ്കിൽ ബന്ധുവാന്നല്ലേ പറയുക. തലമുറകളിലേക്ക് ഇതിനേക്കാളും വലിയ ശാപം, പാപം ഏറ്റുവാങ്ങാൻ എന്താ ഉള്ളത്? ഇന്ന് ആ ബന്ധുക്കൾ എന്ത് ചെയ്തു? ആണ് കുലം പവിത്രം ജനനീകൃതാർത്ഥ. ശ്രീശങ്കരൻ പറയും, ഒരു ഉത്തമനായ പുത്രൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുലം പവിത്രമായി, അവൻ്റെ അമ്മ കൃതാർത്ഥയായി ജന്മം കൊടുത്തില്ലേ, ആ ജന്മം കൊടുക്കുമ്പോൾ അമ്മ അനുഭവിച്ച ക്ലേശങ്ങൾക്കെല്ലാം റിസൾട്ടായി. എന്താണ്? ഒരു സുപുത്രനോ ഒരു സുപുത്രിയോ ഉണ്ടായാൽ. ഇല്ലെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ്. കാബിലത്തിൽ പറയും, ഒരു കുപുത്രൻ, ഒരു മോശക്കാരനായ പുത്രനോ പുത്രിയോ ഉണ്ടായാൽ എൻ്റെ അർത്ഥം എന്താ? അവൻ്റെ അമ്മയുടെ യൗവനമാകുന്ന വനം വെട്ടി നശിപ്പിച്ച കോടാലിയാണവൻ. ഭാവത്തിൻ്റെ ഭാഷയാണ്. യൗവനത്തിലാണല്ലോ കുഞ്ഞുണ്ടാവുക അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ യൗവനം എന്താ? ഈ യൗവനം മുഴുവൻ ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പോൾ യൗവനം മുഴുവൻ കളഞ്ഞു. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്? യൗവനം നശിച്ചു, കുപുത്രനാണെങ്കിൽ. മറിച്ചാണെങ്കിൽ നേരെ തിരിച്ചുമാണ്. ആ നശിച്ച യൗവനം സാർത്ഥകമായി. എൻ്റെ ക്ലേശത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ആ സത്പുത്രൻ അവൻ എനിക്കും നാടിനും നാട്ടുകാർക്കും നന്മയുണ്ടാക്കണം. രണ്ടും സാധിക്കുന്ന അർത്ഥം. അതുകൊണ്ട് എന്നെ നിന്ദിച്ചു കൊള്ളട്ടെ. അഹോതി സഫലം ജന്മ ലക്ഷ്മണസ്യ മഹാത്മനഃ രാമമേവ സദാന്വേതി വനസ്തമഭിഹൃഷ്ടധീ. അഹോ എന്ന് കഷ്ടം, അയ്യോ എന്നുള്ള അർത്ഥത്തിൽ. അതിസഫലം, ഏറ്റവും സഫലമായി, ധന്യമായി. ആരുടെ? ലക്ഷ്മണസ്യ മഹാത്മനഃ ലക്ഷ്മണസ്യ ജന്മം. മഹാത്മാവായ ലക്ഷ്മണൻ്റെ ജന്മം അതിസഫലമായി, ധന്യമായി. കാരണം എന്താ? ഏട്ടൻ്റെ കൂടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ.
രാമം ഏവ രാമനെ തന്നെ സദാ അന്വേതി രാമനെ തന്നെ പിന്തുടരുന്നു. വനസ്ഥം അഭിഹൃഷ്ടധീ വനവാസിയാണെങ്കിലും കാട്ടിലാണെങ്കിൽ എന്താ രാമൻ്റെ കൂടെയല്ലേ. അത് നമ്മുടെ കാരണന്മാർ പണ്ട് പറയും, ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാമെന്ന്. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഒരുമയുണ്ടെങ്കിൽ ഒരു ക്ലേശങ്ങളും ക്ലേശങ്ങളല്ല എന്നർത്ഥം. ഒലക്കയുടെ പുറത്തായാലും കിടക്കാൻ പറ്റില്ല. ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാന്ന് പറഞ്ഞാൽ എത്ര പേർക്കോടും കിടക്കാൻ പറ്റുന്നർത്ഥം. അത് നമ്മുടെ കാഴ്ചപ്പാട്. ഇതാണ് രാമായണം ചെറുപ്പം മുതലേ വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്താൽ ഈ സഹോദര ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, ഭരണ പ്രജാ ബന്ധങ്ങളെല്ലാം ധർമ്മത്തിൽ നിൽക്കുന്നത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ആ അമ്മയുടെ പാലിനോടൊപ്പം രാമകഥ ചെലുത്തി കൊടുക്കുമ്പോൾ ധർമ്മബോധം നമ്മൾ ഇൻബിൽട്ടായിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരുന്നത്. എപ്പോഴാണോ രാമായണാദികൾ നമ്മുടെ നിത്യപാരായണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്, അന്നു മുതലാണ് നമുക്ക് ഈ ധാർമ്മികമായിട്ട്, ആധ്യാത്മികമായിട്ട്, സാമ്പത്തികമായിട്ട് എല്ലാ അധപ്പതനും ഉണ്ടായത് അന്ന് മുതലാണ്. കേസ് സ്റ്റഡി പോലെ വേണ്ടി എടുത്തു നോക്കിക്കോളൂ. ധാർമ്മികമായിട്ട് ജീവിക്കുന്നവർ പക്ഷേ പുറം ലോകത്തും വലിയ വളപ്പൊന്നും കണ്ടുവെന്ന് വരില്ല. പക്ഷേ ശാന്തനാണ്, സ്വസ്ഥനാണ്, സുഖിയാണ്. അവനെക്കൊണ്ട് പ്രയോജനേ നാടിനുള്ളൂ. പക്ഷെ ലൈം ലൈറ്റിൽ കണ്ടുവെന്നും വരില്ല. എന്താണ്? ധർമ്മത്തിൻ്റെ ശക്തിയാണത്. അങ്ങനെയുള്ളവന് വേണ്ടതെല്ലാം സ്വയമേവ വന്നു ചേർന്നുകൊള്ളും. വെറുതെ ഇരിക്കില്ല. അവനെക്കൊണ്ട് അവൻ്റെ കർത്തവ്യബോധം, ധർമ്മബോധം ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കും. അവന് വേണ്ടതെല്ലാം ഈശ്വരൻ എത്തിച്ചു കൊടുക്കും. കിട്ടിയതിൽ അവൻ സംതൃപ്തനായിരിക്കും. മറ്റതങ്ങനെയല്ല. കിട്ടിയ സംതൃപ്തി ഉണ്ടാവില്ല. കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. കൂടുതൽ കിട്ടിയേക്കാം. കിട്ടിയാലെന്താ, അതൊരിക്കലും അനുഭവയോഗ്യമാകില്ല. ഈ തത്വം എത്ര ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നുവോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുവോ, അത്രയും ഗംഭീരമായിട്ട് അവർക്ക് ജീവിതം കൊണ്ടു നടക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, കൗമാരേത് ആചരേത് പ്രജ്ഞഃ. നന്നേ ചെറുപ്പത്തിൽ വേണം ഇത് പഠിക്കാനും ആരംഭിക്കാനും. കാരണം എന്താ? ജീവിതം മുഴുവനും ആനന്ദത്തോടെ കഴിക്കാം. വാർദ്ധക്യത്തിൽ പഠിച്ചാലോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ദശയിലല്ല. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഉറക്കം വരും, നടുവേദനയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ വേദന വരും. കാരണം ശരീരം നമ്മുടെ കയ്യിലല്ല. കാരണം പിന്നെന്താ? ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിന്തിക്കും. കാരണം എന്താ? അത് നാനാഭാഗത്തേക്ക് മനസ്സ് ഓടുകയാണ്. ഫാനിടായിരുന്നു ഇല്ലേ പുറയിൽ? അഹം രാമസ്യ ദാസ ഏതേഷാം ദാസസ്യ കിങ്കരഃ യദി സ്യാം സഫലം ജന്മ മമ ഭൂയാത് ന സംശയഃ. അഹം രാമസ്യ ദാസ. ഞാൻ രാമൻ്റെ ദാസന്മാരുടെ തേഷാം ദാസസ്യ കിങ്കരഃ. തേഷാം അവൻ്റെ, രാമൻ്റെ, ദാസസ്യ കിങ്കരഃ. ഞാൻ രാമൻ്റെ ദാസനായെങ്കിലും മാറിയിരുന്നെങ്കിൽ, യദിസ്യാം അങ്ങനെ ആയാൽ, സഫലം ജന്മ എൻ്റെ ജന്മം സഫലമായി, മമ ജന്മ ഭൂയാത് ന സംശയ. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. എനിക്ക് രാമൻ്റെ ദാസനായില്ലെങ്കിലും പറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. രാമൻ്റെ ദാസനായാൽ മതി. കുലശേഖര പെരുമാൾ, നമ്മുടെ മുകുന്ദമാല എഴുതിയ മഹാത്മാവ്, തിരുവിതാംകൂർ രാജവംശത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെ സംസ്കാരമാണ് പറഞ്ഞത്. നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുടെ സംസ്കാരം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായൊരു കൃതിയാണ് മുകുന്ദമാല. അതിൻ്റെ അകത്ത് ഇതുപോലൊരു വാക്കുണ്ട്, ത്വദ്ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാ സ്മര ലോകനാഥ. ഭഗവാനെ, എന്നെ ഒന്ന് ഓർക്കണേ. എങ്ങനെ? നിൻ്റെ ഭൃത്യൻ്റെ
ആ വൃത്തിൻ്റെ ഭൃത്യസ്യ ഇതാ അങ്ങയുടെ ദാസൻ്റെ ദാസനായിട്ടെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണമേ. അത്രയും മതി. ഭഗവദാസൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? സജ്ജനങ്ങൾക്കൊപ്പം കഴിയുന്നവൻ എന്നർത്ഥം. സജ്ജനമാരാണ്? ഈശ്വരൻ തന്നെയാണ് സജ്ജനം. ശരിയായി. ഇപ്പോൾ നമ്മളിവിടെ കുറച്ചു കാലം മുമ്പ് വള്ളിയൂരുണ്ടായിരുന്നില്ല ഒരു മഹാപുരുഷൻ, അതുപോലുള്ള ആളുകൾ പ്രവൃത്തിയിലൂടെ തൻ്റെ ജീവിതം ഈശ്വര സന്ദേശമാക്കിയ ആൾ. ഭാഗവതമൊക്കെ പരമസത്യമാണെന്നുള്ളതിൻ്റെ തെളിവെന്താ? വള്ളിയൂർ തിരുമേനിയെ പോലുള്ള മഹാത്മാക്കൾ. വേറെ എന്താ തെളിവ്? പുസ്തകത്തിൽ എഴുതിയേക്കണ ശരിയാണോ എന്നുള്ളവരും ഇത് അനുഭവിച്ചവൻ കാണിക്കുമ്പോഴല്ലേ തെളിവാവുള്ളൂ. അതുപോലെ ജീവിച്ചു. ഇന്ന് അവിടുത്തെ അവസ്ഥ നോക്കുക. അന്ന് ആദ്യകാലത്ത് പോയിട്ടുള്ളവർക്ക് വള്ളിയൂരിലെ അവസ്ഥ അറിയാം. അങ്ങനെയായി ഒരു തപസ്സുകൊണ്ട് അദ്ദേഹം ഒരു ഈശ്വരതുല്യമായൊരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. കാരണം എന്താ? ഈ മഹാപുരുഷന്മാർ ചലിക്കുന്ന നടക്കുന്ന ശ്രീകോവിലുകളാണ് എന്നാണ് മഹാന്മാർ പറയുക. അതുകൊണ്ടാണ് അങ്ങയുടെ ദാസൻ്റെ ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിച്ചാൽ എൻ്റെ ജന്മം സഫലമാകും. ഭ്രാതർജാനാസി യദി തത് കഥയസ്വമമാഖിലം യത്ര തിഷ്ഠതി തത്രാഹം ഗച്ഛാമ്യാനേതു മഞ്ജസാ. ഭ്രാതഃ സഹോദര, ഗുഹനെ വിളിക്കുകയാണ്. യദി ജാനസി, നീ എന്നോട് പറയുമെങ്കിൽ. ചിന്തിച്ചോളണം. ഇവിടെ ഈ ചാതുർവർണ്ണയൊക്കെ ഇട്ട് നമ്മളുടെ ആടൊക്കെ തട്ടിക്കൊണ്ടിരിക്കുമ്പം അന്നത്തെ കാലത്ത് ഒരു രാജകുമാരൻ നിഷാദനായ കാട്ടുവാസിയായ ഗുഹനെ വിളിക്കുന്നത് സഹോദര എന്നാണ്. അപ്പം ജാതി അല്ല എന്തോന്ന് ഈ വർണ്ണം. നമ്മളെങ്കിലും തിരിച്ചറിയണം. ഇത് അന്നെഴുതിയ ഇക്കാലത്ത് എഴുതിയ ഗ്രന്ഥമല്ലല്ലോ. ഭരതനെ വെള്ള പൂശാൻ എഴുതിയ പുസ്തകമൊന്നുമല്ലല്ലോ. ഭ്രാത ജാനാസി, അല്ലയോ സഹോദര, നീ അറിയുന്നുവെങ്കിൽ. യദി തത്, നിനക്കറിയാമെങ്കിൽ. എന്താ? കഥയസ്വമമാഖിലം, എന്നോടെല്ലാം തുറന്നു പറയൂ. എത്ര തിഷ്ഠതി തത്രാഹം, എത്ര തിഷ്ഠതി, അദ്ദേഹം എവിടെയാണോ, രാമൻ എവിടെയാണോ അവിടെ, തത്ര അഹം ഗച്ഛാമി, അവിടെ എനിക്ക് പോകണം. ആനേതും അഞ്ജസ, എന്നെ ഉടൻ തന്നെ കൊണ്ടുപോകൂ. രാമൻ എവിടെയാണോ ഉള്ളത് എന്നെ കാണിച്ചു തരൂ. ഗുഹസ്ഥം ശുദ്ധഹൃദയം ജ്ഞാത്വാ സസ്നേഹം അബ്രവീത് ദേവത്വമേവ ധന്യോസി യസ്യ തേ ഭക്തിരീദൃശി. രാമേ രാജീവപത്രാക്ഷേ സീതായാ ലക്ഷ്മണേ തഥാ ചിത്രകൂടാദ്രിനികടേ മന്ദാകിന്യാ വിദൂരതഃ. മുനീനാമാശ്രമപദേ രാമസ്തിഷ്ഠതി സാനുജഗ ജാനക്യാ സഹിതോ നന്ദാത് സുഖമാസ്തേ കില പ്രഭുഃ. ഗുഹഃ തം ശുദ്ധഹൃദയം ജ്ഞാത്വാ, അവൻ പരിശുദ്ധ മനസ്സനാണെന്നറിഞ്ഞപ്പോൾ ഗുഹന് സംശയമുണ്ടായിരുന്നു. ഇനി കാട്ടിൽ വന്ന് ഇദ്ദേഹത്തെ അപകടപ്പെടുത്തി രാജ്യത്തിന് ഇനി ശത്രുവേ ഇല്ല എന്ന് ഉറപ്പാക്കാനാണോ ഭരതൻ പടയുമായിട്ട് വരുന്നത് എന്ന് സാധാരണ രീതിയിൽ ഇത് ശങ്കിച്ചു. ഒരു അധികാരി അങ്ങനെ ശങ്കിക്കണം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഇന്ത്യ ചൈന യുദ്ധത്തിന് മുമ്പ് അതിർത്തിയിൽ വഴിവെട്ടി തെളിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് നെഹ്റുവിനോട് ഈ സംഘത്തിൻ്റെ വിചാരധാരയുടെ കർത്താവായ ഗുരുജി ഗോൾവക്കർ അദ്വൈതർ പറഞ്ഞു, 5 വർഷത്തിനകം ചൈന ഇന്ത്യയെ ആക്രമിക്കും. അപ്പോൾ അദ്ദേഹം അതിനൊരു മോശമായ മറുപടി കൊടുത്തത്, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ദൃഷ്ടിയുള്ളൂ, ചൈന വായി എന്ന് പറഞ്ഞ് തോളത്തിട്ട് നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് നമ്മൾ അതിന് തയ്യാറായിക്കൊള്ളണം. കാരണം വഴിവെട്ടുന്ന ഏതായാലും ഇങ്ങോട്ട് ടൂറ് വരാനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പം അന്ന് ആ മുൻകരുതലെടുത്തില്ല. ഒരു രാജതന്ത്രജ്ഞൻ, ഭരണാധികാരി എപ്പോഴും രാജ്യത്തിൻ്റെ അതിർത്തിയെക്കുറിച്ച്
ശങ്കയുള്ളവനായിരിക്കണം, മുൻകരുതലെടുക്കണവനായിരിക്കണം. നല്ലതിനാ വരണമെങ്കിൽ കുഴപ്പമില്ല, ബുദ്ധിമുട്ടുണ്ടാക്കാനാ വരുന്നെങ്കിൽ മറുപടി കൊടുക്കാൻ സദാ സജ്ജമായിരിക്കണം. അന്ന് സജ്ജമായിരുന്നു എങ്കിൽ ചൈന നമ്മളെ അപകടപ്പെടുത്തി നമ്മുടെ അത്രയും സ്ഥലവും കട്ടുകൊണ്ട് പോകില്ലായിരുന്നു. ഹെക്ടർ കണക്കിനാണ് കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞു അത് പുല്ലുപോലും മുളയ്ക്കാത്ത സ്ഥലമാണ്, നമുക്കിപ്പോൾ കിട്ടിയിട്ട് എന്താന്ന്. മിടുക്കനല്ലേ? അപ്പോൾ ആരോ ചോദിച്ചു എന്ന് പറഞ്ഞേ, അങ്ങയുടെ തലയിൽ മുടിയൊന്നുമില്ല, അപ്പോൾ അതും അങ്ങനെയാണോ എന്ന് ചോദിച്ചാരാതെനിക്ക് ഓർമ്മയില്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അങ്ങയുടെ തലയ്ക്ക് പുറത്തും അത് സാധനമില്ല, അകത്തും സാധനമില്ല എന്നൊരു അബദ്ധം പറ്റിയെന്ന് പറയണ്ടേ. വീഴ്ച വന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ തിരുത്തൽ നടക്കും. അവിടെ അതും നടന്നില്ല. അപ്പം രാമനെ ഉപദ്രവിക്കാൻ വന്നതായിരിക്കാം എന്ന ശങ്കയോടുകൂടി തന്നെ നദിയിൽ മുഴുവനും തൻ്റെ ആളുകളെ ഒളിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. രാമനെ ഉപദ്രവിക്കാനാ വന്നെങ്കിൽ ഭരതൻ അക്കരെ കടക്കരുത്, തീരുമാനം എടുത്തിട്ട് അവർ നിൽക്കുന്നത്. എന്നിട്ടുണ്ട് ഞാനൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. അതാണ് പറഞ്ഞത്. ഗുഹ. പിന്നെ അടുത്തിടെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ നാട്ടുകാരെന്താ പറഞ്ഞത്, നമ്മൾ വഴി നന്നാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അതുവഴി വന്ന് വേഗം കയറി അടിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ വഴി നന്നാക്കിയിട്ടാലേ അതുവഴി ഇങ്ങോട്ട് വന്ന് പാലം പണിതിട്ടുണ്ടെങ്കിൽ ആ പാലത്തോട് അവൻ ഇങ്ങോട്ട് വരും, എന്നാൽ ഈ ഇതിൽ കൂടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയാലോ. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മുടെ അതിർത്തികളിൽ റോഡൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അവരതുവഴി പെട്ടെന്ന് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരില്ലെന്ന്. എന്നാൽ നമുക്ക് ആക്രമിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ മേലെ ചിന്തിക്കാൻ മേലെ. അതിന് ദേശാഭിമാനം വേണം, ഉൾക്കരുത്ത് വേണം. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഇതെൻ്റെ അമ്മയാണ്, ജനനിയാണ് ഈ ഭാരതം എന്ന ബോധം ഉണ്ടാവണം. ആ സുശക്തമായ കാവലുള്ളത് കൊണ്ടാണ് ദാംലോക്കോ എന്താ പേര് പറഞ്ഞു, അവിടെ പ്രശ്നമുണ്ടായപ്പം നമ്മുടെ ഘാതക് സൈന്യങ്ങൾ ചെന്ന് ചൈനയുടെ എതിർപ്പിനെ മറികടക്കുകയും ഇനി പഴയ പോലെ ഒന്നും നടക്കാം. നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു, പത്രത്തിൽ ഒന്നാണ്, ഭാരതത്തിൽ ഭരണമാറ്റം സംഭവിച്ചത് അവരറിഞ്ഞില്ല എന്ന് തോന്നണമെന്ന്. പണ്ടേ പോലെ ഞോണ്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നവരല്ല എന്നർത്ഥം. അപ്പം ഇത് സ്നേഹമുണ്ട്, അത് ദുർബലതയല്ല. കീഴടങ്ങുന്നുണ്ട്, അത് ദുർബലതയല്ല, ശക്തി കൊണ്ടാണ്. ആണ് ശുദ്ധഹൃദയം ജ്ഞാത്വാ. ഭരതൻ ശുദ്ധനാണ്, രാമനെ സ്നേഹിക്കാമെന്നാണെന്ന് പറഞ്ഞപ്പം സസ്നേഹമബ്രവീത്, സ്നേഹത്തോടുകൂടി പറഞ്ഞു, ദേവത്വമേവ ധന്യോസി യസ്യതേ ഭക്തിരീദൃശി. ഈദൃശി ഭക്തി. ഓ, എന്തൊരു ഭക്തിയാണ്! ദേവത്തോട് പറയാ, ദേവാ ത്വം ഏവ അസി ധന്യഃ, അങ്ങ് ധന്യൻ തന്നെയാണ്. കാരണം എന്താണ്? ഇങ്ങനെയൊരു ഭക്തി ആരോട്? രാമേ രാജീവപത്രാക്ഷേ, താമരക്കണ്ണനായ രാമനോടും സീതയാ ലക്ഷ്മണേന തഥാ, സീതാലക്ഷ്മണ രാമന്മാരോടുള്ള അങ്ങയുടെ ഭക്തി ഉണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ, അതുള്ളത് കൊണ്ട് തന്നെ അങ്ങ് എന്താണ്? അങ്ങ് ധന്യനാണ്, ജന്മം സഫലമായവനാണ്. ചിത്രകൂടാദ്രി നികടേ, ചിത്രകൂടഗിരിയുടെ അരികിൽ താഴെ താഴ്വാരത്ത്, പിന്നെയോ അവിദൂരത, വളരെ ദൂരെയൊന്നുമല്ല, അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് മുനീനാം ആശ്രമപദേ, മുനികൂടീരങ്ങളുള്ളിടത്ത് രാമഃ തിഷ്ഠതി സാനുജഃ, അനുജനോടൊപ്പം രാമൻ അവിടെയുണ്ട്. ജാനക്യാസഹിതഃ, ജാനകിയോടും അനുജനോടും കൂടി രാമൻ അവിടെയുണ്ട്. നന്താത്, സന്തോഷമായിട്ടിരിക്കുകയാണ്. സുഖം ആസ്തേ കില പ്രഭു, ആ പ്രഭു കില ആശ്ചര്യമായിട്ടൊരു സുഖമായിട്ടാട്ടോ ഇരിക്കണേന്ന്. സുഖമായിട്ടിരിക്കണ അവസ്ഥയിലാണോ പോയേ? അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കാപ്പുടിക്കാൻ കാശില്ലാണ്ട പോയേക്കണല്ലേ. അപ്പോൾ അവിടെയാണ് ഈ സന്ദേശം, ഈ മഹത്തായ ആശയം നമുക്ക് തരുന്നത്. സുഖവും ദുഃഖവും ബാഹ്യ സാഹചര്യങ്ങളിൽ അല്ല, നമ്മുടെ മനസ്സിൻ്റെ നിലയാണ് സാഹചര്യത്തെ സുഖവും ദുഃഖവുമാക്കുന്നത്. സാഹചര്യം എങ്ങനെ വേണമെങ്കിൽ മാറാം, പക്ഷേ അതാണ്
തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി എന്ന് നമ്മുടെ കാർന്നവന്മാർ പറയണല്ലേ. ദുഃഖം എത്ര വന്നാൽ എത്രയാ, അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം ആണ്. തലയുടെ മുകളിൽ വെള്ളം വന്നു, പിന്നെ എന്നെയാണ് അതിൻ്റെ മുകളിൽ തോണി ഇട്ടേക്കുക. തോണി വെള്ളം കൂടെ പൊങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ അകത്തിരുന്നാൽ സുരക്ഷിതനാണ്. ഈ അറിവിൽ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏത് സുഖദുഃഖ കൊടുങ്കാറ്റുകളും നമ്മളെ തെറിപ്പിക്കാതിരിക്കും. സുഖവും അപകടം തന്നെയാണ്. അധികാരം, സുഖം, അത് നമ്മളെ എന്താക്കും, മലിനമാക്കും. അയ്യപ്പസ്വാമിയുടെ കട്ടളപ്പടി കളയത് എന്തുകൊണ്ടാണ്? ഒറ്റ ഇതുള്ളൂ, അധികാരം ദുഷിപ്പിച്ചതാണ്. അധികാരം എങ്ങനെ വെച്ചിട്ടും ശരിയായ ചിന്ത നഷ്ടപ്പെടുത്തും. ഇത് ചെയ്താൽ എന്നെ ആരും പിടിക്കില്ല എന്ന് ആരെ പഠിപ്പിക്കും? അവൻ്റെ മനസ്സവനെ പഠിപ്പിക്കും. ഇപ്പം നമുക്കാണ് ഈ റോഡിൽ കിടന്നൊരു രൂപ കിട്ടിയ പേടിയാണ്. ദൈവം ഇത് ആരുടെ ഗതികേടാണെന്നറിയില്ലല്ലോ. അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ കൊണ്ടുപോയി അടുത്തുള്ള അമ്പലത്തിലോ അല്ലെങ്കിൽ ആരാണോ ബന്ധപ്പെട്ട ആളെ കണ്ടോ കൈമാറും ഉടൻ തന്നെ. എന്താ കാര്യം? ഇത് കയ്യിലിരുന്നാൽ ഇതിൻ്റെ കണക്കെടുക്കണ വേറെ ഉണ്ട്, ഇത് പൊള്ളുന്നതാണ്. നമ്മുടെ അല്ലല്ലോ. ഇതിൻ്റെ പേരാണ് ധർമ്മചിന്ത. എൻ്റേതല്ലാത്തത് എനിക്ക് വേണ്ട. അതോടുകൂടി നാം നമ്മുടെ സുഖത്തിൻ്റെ തറ ഉറപ്പാക്കുകയാണ്. മറിച്ച് എനിക്ക് അർഹതയല്ലാത്ത എടുക്കുമ്പോഴോ, ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പത്രത്തിൽ വാർത്ത വരാറില്ലേ, 1 കോടി അടിച്ചു, അയാൾ വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഈ ലോട്ടറിക്കാരൻ വിളിച്ചു പറയുകയാണേ, ഇന്നലെ നിങ്ങൾ മാറ്റി വെച്ച ടിക്കറ്റിന് 1 കോടി അടിച്ചിട്ടുണ്ട്, 12 കോടി ഒരിക്കൽ ഒരു വാർത്ത വന്നതാണ്. എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്താ? ആ ധർമ്മബോധമാണ്. ഇത് ഇന്നലെ അങ്ങേര് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. അങ്ങേർക്ക് പറഞ്ഞാൽ പോരെ, മാറ്റി വെച്ച് വേറെയാന്ന് പറഞ്ഞാലും പോരെ, 1-2 രൂപയല്ല. ആ ധർമ്മബോധത്തിൻ്റെ ശക്തി. അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ മകനെ സ്കൂളിൽ അധ്യാപകർ ആദരിച്ചു. ഇങ്ങനൊരു അച്ഛൻ്റെ മകനാന്നും പറഞ്ഞുകൊണ്ട്. ആ കുട്ടിക്ക് അന്നൊക്കെ ഉണ്ടായ ഒരു ബൂമിങ് ഉണ്ടാവും ഒരു ഉള്ളിൽ. എൻ്റെ അച്ഛൻ ചെയ്തൊരു ധർമ്മത്തിന് സ്കൂൾ മുഴുവൻ എന്നെ അഭിനന്ദിക്കുന്നു. എന്താ? അച്ഛൻ സത്യസന്ധത കാണിച്ചു. ആ ഒരു താങ്ങുണ്ടല്ലോ, ആ കുട്ടിയെ അത്യുന്നതങ്ങളിലെത്തിക്കും. ധർമ്മത്തിൻ്റെ ബൂസ്റ്റിങ് അത്. സത്യസായിബാബ പറയും, ഈ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഭഗവാന്റെ കുട്ടികളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് അവരവരുടെ വീടുകളിൽ ചെന്ന് കൊടുത്ത് വിശേഷം ചോദിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വിദ്യാർത്ഥി ചോദിച്ചു, സ്വാമി ഇങ്ങനെ ഈ പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താവാനാന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞ വാക്കിതാണ്, ആ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലുമ്പം അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും. എന്താ? എന്നെ നോക്കാനും എന്നെ അന്വേഷിക്കാനും ആളുണ്ട്. ഈ ഒരൊറ്റ തോന്നൽ മതി അവർക്ക് രക്ഷപ്പെടാൻ. ഇല്ലേ? നമ്മൾ ക്ലേശിച്ചിരിക്കുമ്പം നമ്മളൊരാൾ അന്വേഷിക്കുമ്പോൾ വിഷയം, എനിക്കൊരാളുണ്ട്. ആ ഒരു തോന്നൽ നൽകുന്ന ഊർജം ഗംഭീരമാണ്. ആരുമില്ല എന്ന തോന്നൽ അതുപോലെ തന്നെ നമ്മളെ വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു മനോനില. അതാണ് ആ ധർമ്മത്തിൻ്റെ ശക്തി. അതാണ് ഈ ക്ലേശങ്ങളൊന്നും രാമനെ ബാധിച്ചിട്ടില്ല, സുഖമായിട്ടിരിക്കണു. തത്ര ഗച്ഛാമഹേ ശീഘ്രം ഗംഗാം തർത്തുമിഹാർഹസി ഇത്യുക്താത്വരിതം ഗത്വാ നാവ 500 സമാനയസൈന്യസ്യ തർത്തും ഗംഗാം മഹാനദീം സ്വയമേവാനിനായൈകാം രാജാനാവം ഗുഹസ്തദാ തത്ര ഗച്ഛാമിഹേ ശീഘ്രം. ഇഹേ ഇവിടെ ഗംഗയെ ശീഘ്രം ഉടൻ തന്നെ നമുക്ക് ഗച്ഛാമഹേ കടക്കാം, പെട്ടെന്ന് നമുക്ക് ഗംഗ കടക്കാം. ഗംഗാം തർത്തുമിഹാർഹസി, തർത്തും കടക്കേണ്ടതുണ്ട്, ഉടൻ തന്നെ നമുക്ക് കടക്കേണ്ടത്. ഇതി ഉക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് ത്വരിതം ഗത്വ പെട്ടെന്ന് പോയിട്ട് നാവ 500 ശതം 100 500 എന്ന് പറയുകയാണെങ്കിൽ 500 തോടികൾ. അപ്പോൾ ഗുഹ മോശക്കാരനാണോ?
500 തോണി എത്തിക്കണമെങ്കിൽ അതിഗംഭീരമായ ഒരു ഭരണ സംവിധാനം ഉള്ളിടത്താണ് ഈ ഗുഹൻ താമസിക്കുന്നത്. അതാണ് ഗുഹൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ വേറെ എങ്ങും വരില്ല, വനത്തിലേ താമസിക്കുള്ളൂ, വ്രതത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നുണ്ട്. കിഷ്കിന്ധ്യ അതുപോലെ വളരെ പരിഷ്കൃതമായൊരു ഭരണ സംവിധാനമുള്ള സ്ഥലമായിരുന്നു. അവിടെ ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നുള്ള, കാരണം വ്രതമാണിത്. ഇത് 14 വർഷം മാമുനി ചര്യയോടുകൂടി ഞാനിവിടെ വസിച്ചു കൊള്ളാം. 500 തോണിയൊക്കെ ഉണ്ടാവണമെങ്കിലേ സമാനയത കൊണ്ടുവന്നു. എന്നിട്ടോ തഥാ ഗുഹ സ്വയം ഏവ, ഗുഹൻ സ്വന്തം തന്നെത്താനെ തന്നെ ഏകാം രാജനാമം ആനിനായ രാജകീയ നൗകയും കൊണ്ടുവന്നു. അപ്പോൾ ഗുഹനൊക്കെ യാത്ര ചെയ്യണ അല്ല, റോയൽ ബോട്ടല്ലേ, റോയൽ ഷിപ്പ് കൊണ്ടുവന്നു. കാരണം രാജകുമാരനാണ് വന്നിരിക്കുന്നത്, അയോധ്യാധിപതിയാണ് ഇപ്പോഴത്തെ, അദ്ദേഹത്തിന് യോജിച്ചതായ നൗകയും കൊണ്ടുവന്നു. അല്ലാണ്ട് നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഇവിടെ ഒരു കൊമ്പും വെച്ച് ഇങ്ങനെ ഒരു ഇതും വെച്ച് ഒരു കാട്ടുവള്ളിയും പിടിച്ച് അമ്പും അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഗുഹനെ കാണിക്കണത്. അങ്ങനെയൊന്നും കാണണ്ട. ആരോപ്യ ഭരതം തത്ര ശത്രുഘ്നം രാമമാതരം വസിഷ്ഠം ച തഥാന്യത്ര കൈകേയീം ചന്യയോഷിതഃ തീർത്വാ ഗംഗാം യയൗ ശീഘ്രം ഭരദ്വാജാശ്രമം പ്രതി ദൂരെ സ്ഥാപ്യ മഹാസൈന്യം ഭരതസാനുജോ യയൗ. ആരോപ്യ കയറ്റി, ഗംഗയിലൂടെ എന്താ ഭരതം തത്ര ശത്രുഘ്നം രാമമാതുരം, അതിൽ ഭരതനെ, ശത്രുഘ്നെ, രാമമാതുരൻ രാജമാതാവ് കൗസല്യാദേവിയെ, പിന്നെയോ വസിഷ്ഠം വസിഷ്ഠം തഥാ അന്യത്ര കൈകേയും, മറ്റൊന്നിൽ കൈകേയും കയറ്റി. ഈ വഞ്ചി കയറ്റില്ല, ചിലപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും. അന്യയോഷിതമാണ് മറ്റുള്ള സ്ത്രീകളെയും മറ്റുള്ള വഞ്ചിയിൽ കയറ്റിയിട്ട് ഗംഗാം തീർത്വ, ഗംഗയെ കടന്നു. ശീഘ്രം, ഉടൻ തന്നെ, പെട്ടെന്ന് ഭരദ്വാജാശ്രമം പ്രതി യയൗ, ഭരദ്വാജാശ്രമത്തിലേക്ക് യാത്രയായി. മഹാസൈന്യം ദൂരെ, മഹാസൈന്യത്തെ സംസ്ഥാപ്യ ദൂരെ സ്ഥാപിച്ചിട്ട് സാനുജഹ ഭരതഹ യയൗ, അനുജനോടുകൂടി ശത്രുഘ്നോടുകൂടി ഭരതൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ആശ്രമപാഠത്തിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർ സൈന്യത്തൊക്കെ ദൂരെ നിർത്തിയിട്ടേ ആശ്രമത്തിലേക്ക് ചെല്ലുള്ളൂ. അത് അവരുണ്ടാക്കിയ പ്രോട്ടോക്കോൾ എന്താണ്? ആശ്രമത്തിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവും, മാൻപേടകൾ, അവർക്കൊന്നും ഭയം ഉണ്ടാക്കരുത്. ഈ ബഹളമൊക്കെ കുതിരയൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്രമത്തിൻ്റെ സ്വസ്ഥമായൊരു അന്തരീക്ഷം പോവും. അതൊക്കെയാണ് ദൂരെ നിന്ന് അനുഭവത്തോടു കൂടിയാണ് അന്ന് അറിവിൻ്റെ മുമ്പിൽ ശക്തി നിന്നുകൊണ്ടിരുന്നത്. അറിവിൻ്റെ സ്വരൂപമാണ് ആശ്രമം. അറിവിൻ്റെ മുമ്പിൽ ശക്തി വിനയം കാണിക്കണം. ഇന്നതല്ല, ശക്തിയുടെ മുമ്പിൽ അറിവ് വിനയം കാണിക്കുകയാണ്. കാരണം ശക്തി തീരുമാനിക്കും, രാജാധികാരം തീരുമാനിക്കും ആരാണ് നല്ല എഴുത്തുകാരൻ, ആരാണ് നല്ല കവി, അവാർഡ് കൊടുക്കണേ. അപ്പോൾ അറിവ് എന്ത് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് തലകുനിക്കും. അതുകൊണ്ടെന്താണ്, നാട്ടിൽ എത്രമാത്രം സാംസ്കാരിക അധപ്പതനം ഉണ്ടായാലും ഇതിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞവർ മിണ്ടാറില്ല, മിണ്ടാൻ പറ്റില്ല. കാരണം എന്താ? ശക്തിയുടെ മുമ്പിൽ അറിവല്ല, അറിവുണ്ടെന്ന് നടിക്കുന്നവരുടെ മൗനം അതൊരു വലിയ അപകടമാണ്. സോക്രട്ടീസിനല്ലേ വിഷം കൊടുത്തു വന്നേ അല്ലേ? അദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞപ്പോഴല്ലേ പ്ലേറ്റോ റാന്തലും പിടിച്ച് പട്ടാപ്പകലിൽ നടക്കുക. പട്ടാപ്പകൽ അതിൽ കൂടുതൽ എന്തൊരു സന്ദേശം, ഇവിടെ മനുഷ്യനുണ്ടോ എന്ന് നോക്കി നടക്കുകയാണെന്ന്. എല്ലാവരുടെയും മനസ്സിൽ ഇരുട്ട് കയറിയിരിക്കുന്നു. രാജാവിൻ്റെ കണ്ണിൽ ഇരുട്ടാണ്. അതുകൊണ്ട് രാജാവിന് ഒരു മഹാപുരുഷനെ വധിച്ചിരിക്കണു. ആ ഇരുട്ട് ജനതയ്ക്ക് മുഴുവൻ ബാധിച്ചിരിക്കണു. നമ്മുടെ ഹിതോപദേശകഥയിൽ സുന്ദരമായൊരു കഥ പറയും. ഒരു ഗുരുവും ശിഷ്യനോടും കൂടിയിട്ട് ഒരു രാജ്യത്ത് ചെന്നപ്പം അവിടെ ഇങ്ങനെ കാടുകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ആരും ഒരു പണി ചെയ്യുന്നില്ല. രാജാവ് മഹാ അലസനാണ്.
ഇഷ്ടംപോലെ സമൃദ്ധിയുണ്ട്, ഒരു നിയമവും ഇല്ല. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എന്തൊരു സുഖം അവിടെ, നമുക്ക് 3 നേരം ഭക്ഷണം കിട്ടും, ഇവിടെ കഴിഞ്ഞാൽ പോരെ, ഈ അവിടെ ചെന്ന് ഈ കഷ്ടപ്പാടൊക്കെ പെടണോ? അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, മഹാ അപകടം പിടിച്ച സ്ഥലമാണ്. ഈ സുഖസമൃദ്ധിയെ നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ ഇത് അത്യപകടകരമായിരിക്കും. ഹിതോപദേശയുടെ കഥ കേട്ടോ, ഓർമ്മയെന്ന് പറയാം. അപ്പോൾ പറഞ്ഞു, ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞു, ശിഷ്യൻ പറഞ്ഞു, ഗുരുദേവ എന്നാൽ ഞാനിവിടെ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചു. നീ അങ്ങനെ നിൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, ഞാൻ പോവുകയെന്ന് പറഞ്ഞത് ഓടുവാണ്. ഈ നാട്ടുരാജ്യത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അതേ അവിടെ ഇങ്ങനെ കിടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈകുന്നേരം ആയപ്പോൾ ഇദ്ദേഹത്തെ ഒരാൾ മുട്ടി വിളിച്ചു, എഴുന്നേറ്റു. അല്ല, 2 ദിവസം കഴിഞ്ഞു കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ സുഖമായ ശാപ്പാട്, ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലായിടത്തും എന്താ അന്നദാനപ്പുരകൾ, പണി എടുപ്പിക്കാതെ ആഹാരം കൊടുക്കുന്നത് ജനതയെ കുഴിമടിയന്മാരാക്കുന്നതിന് തുല്യമാണ്. ജോലി എടുക്കാൻ മേലാത്തവൻ ആഹാരം വാരിക്കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പക്ഷേ ജോലി എടുക്കാനുള്ളവൻ മടി കാണിച്ചാൽ അവൻ്റെ മടി അകറ്റി അവൻ്റെ ജോലിയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്ത് അവനെ ഉയർത്തണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാട് നശിക്കും. ഒരിക്കൽ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പം ഒരു സാഹിത്യകാരൻ എഴുതിയൊരു വാക്കുണ്ട്, പണ്ട് കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ ഈ ചെറുപ്പന്മാരും ജോലി ചെയ്യുന്നവരൊക്കെ അവരെ കുടിലുകളൊക്കെ വെള്ളം കയറുമ്പം തമ്പ്രാക്കളിലെ ആ തറവാട്ടിൽ ഒന്ന് താമസിക്കും. അവിടെ വെള്ളം കയറില്ല, അവിടെ ഉയർത്തി വെച്ചേക്കണത്. ആ വെള്ളം ഇറങ്ങണ വരെ അവിടെ നിന്നുള്ള ആഹാരം മുഴുവൻ അവർക്ക് അവിടെ നിന്ന് കൊടുത്തിരിക്കും, പണിയൊന്നും ചെയ്യേണ്ട. പക്ഷേ രാവിലെ തന്നെ അവർക്കൊരു ജോലിയുണ്ട്. എന്താണെന്നറിയോ? ഈ തെങ്ങിൻ്റെ കൈയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ചൂലുണ്ടാക്കുക. അപ്പോൾ കൂടിയൊന്നും ഒരു ചൂലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വെറുതെ ഇരുന്നാൽ മടി പിടിക്കും. അവരെന്തെങ്കിലും ജോലി ചെയ്തിട്ട് അവർക്ക് കൊടുക്കുമ്പം അവർ ജോലി ചെയ്തതിൻ്റെയാണെന്ന് അവർക്ക് തോന്നും. അധ്വാനത്തിൻ്റെ മഹിമ അവരെ ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കും, പക്ഷെ അത് ചെയ്യിച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഇത് കൂലിയായിട്ടൊരു ബന്ധമില്ലല്ലോ. വെള്ളം ഇറങ്ങണവരെ അവിടെയാണ് താമസം. അങ്ങനെയുള്ള ഒരു തൊഴിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. അന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരുന്നില്ല. എല്ലാ കാലത്തും മോശമുള്ള പോലെ തന്നെ അതിലും ഉണ്ടായിരുന്നു. പക്ഷേ നോക്കുകൂലി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പം ഈ ഗുരു എന്തു പറ്റി? ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ടല്ലോ. 3-4 ദിവസം സുഖമായിട്ട് ചോദിച്ചു. ഒരു ദിവസം ഈ ശിഷ്യനാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അങ്ങോട്ട് തടിച്ച് ചീർത്തു. പണിയൊന്നും ചെയ്യണല്ലോ, സുഖമായി ശാപ്പാടല്ലേ. ഒരു ദിവസം വന്നിട്ട് അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ എങ്ങനെയോ ഒരു വണ്ടി ഇടിച്ച്, കുതിരവണ്ടിയുടെ ഇത് തെറ്റിയിട്ട് ഈ ഒരാളുടെ മേത്തിടിച്ച് അയാൾ മരിച്ചുപോയി. രാജാവിനെ അറിയിച്ചു. വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച ആളെ തൂക്കിക്കൊല്ലണം എന്നാണ് അവിടുത്തെ നിയമം. അപ്പോൾ അയാളെ പിടിച്ചുകൊണ്ടുവന്നു. കയറിട്ട് നോക്കിയപ്പം ലൂസാണ് കയറ്. ഏതാ? ഇവൻ്റെ കയറ് കഴുത്തിൽ ലൂസ്. അപ്പോൾ രാജാവ് ഒരു കാര്യം ചെയ്യുക, ഏതായാലും അപകടത്തിന് ശിക്ഷ നടപ്പാക്കിയേ തീരുള്ളൂ. ഇവൻ്റെ കഴുത്തിന് പറ്റില്ലെങ്കിൽ ഇതിന് പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ടു കൊന്നോളാൻ പറഞ്ഞു. നിയമമില്ലാത്ത രാജ്യത്തെ നിയമം അതാണ്. ഇത് പഠിപ്പിക്കാനാണ് ഈ കഥ പറയണേ. അങ്ങനെ തപ്പി കിടന്നപ്പം ഈ നമ്മുടെ ശിഷ്യനെ കിട്ടിയത് കറക്റ്റ് കഥ. ഇവനെ പിടിച്ചുകൊണ്ട് പോയി. എന്നോട് കറക്റ്റാണ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമ്മളത് അവിടെ നിയമം നടപ്പിലാക്കും. ഇതിന് പറ്റണ ആളെ കിട്ടിയില്ല, അതുകൊണ്ട് നിന്നെ കൊല്ലുകയാണ്. നിയമം നടപ്പിലാക്കിയെങ്കിൽ ഒരു ആളെ കൊന്നതിന് പകരം ഇത് ചെയ്യണ്ടേ? ഇതേ ഉള്ളു ചൊട്ട് വിളിച്ചു ഗുരുദേവ. അപ്പോൾ ഗുരുദേവൻ ത്രികാലജ്ഞാനിയാണ്. ഗുരു ആ നിമിഷം അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നാ പറ്റി വെച്ചപ്പോൾ രാജാവ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇനി പറഞ്ഞിട്ട് എന്നാ കാര്യം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് ഗുരു രാജാവ് തൂക്കിക്കൊല്ലം കാണാൻ വന്നിരിപ്പുണ്ട്. രാജാവിനോട് പറഞ്ഞു, അരുത്, എന്നെ വധിച്ചോളൂ, എന്നെ തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞു ഗുരു. അതെന്താ അങ്ങനെ പറയണേ? അല്ല, എൻ്റെ കഴുത്തിനത് പാകാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ശിക്ഷനെ രക്ഷിക്കാനാണോ? അല്ല, ഞാൻ ഇന്ന് ഗണിച്ചു നോക്കിയപ്പം ഈ മുഹൂർത്തത്തിൽ ഇന്ന് ആര് മരിക്കുന്നുവോ അവർക്ക് നേരിട്ട് സ്വർഗപ്രാപ്തിയാണ്. അപ്പം ഞാനല്ലേ ആദ്യം സ്വർഗത്തിൽ പോകണ്ടേ? ഞാനവിടെ പോയി തയ്യാറായാലേ എൻ്റെ ശിഷ്യൻ വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇവൻ ഒറ്റയ്ക്ക് പോയി അവിടെ ശിഷ്യനുണ്ടാവും, ഗുരു ഉണ്ടാവുമോ?
അവന് രാജാവ് ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, അത് കൊള്ളാലോ, സ്വർഗത്തിൽ പോകേണ്ട രാജാവ് ഇരിക്കണേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളാണോ സ്വർഗത്തിൽ പോകേണ്ടത്, ഞാനാണോ പോകേണ്ടത്? എന്നെ തന്നെ കയറ്റാൻ പറഞ്ഞു, ആദ്യം കഴിവറ്റാൻ പറഞ്ഞു. അങ്ങനെ രാജാവിനെ കെട്ടി തൂക്കി ഇവർ രക്ഷപ്പെട്ടു. നിയമങ്ങളില്ലാത്ത, ജ്ഞാനമില്ലാത്ത അധികാരിയുള്ള രാജ്യത്ത് ഇതാണ് അവസ്ഥ. ഇത് പറയാനാണ് ഹിതോപദേശകാരൻ ഇങ്ങനെയുള്ള കഥ പറഞ്ഞു തരുന്നത്. അത് വീട്ടിലും വേണം, നിഷ്ഠ വേണം, ചിട്ട വേണം. വീട്ടിലെ അനുസരണവും ധർമ്മബോധവുമാണ് ഈ കുട്ടി നാളെ സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്നത്. അച്ഛൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അച്ഛൻ്റെ ഭാഗത്ത് തൊട്ട് തൊഴണം. അപ്പോൾ അച്ഛൻ്റെ കാലേ പിടിച്ചു എന്ന് പറയുന്നത് കാലല്ല, അച്ഛൻ്റെ പാദം എന്ന് തന്നെ പറയണം. ഇപ്പോൾ തള്ള എന്ന് പറഞ്ഞ മലയാളവത നമ്മൾ അമ്മ അങ്ങനെ വിളിക്കാറുണ്ടോ? ഭാഷപരമായിട്ട് തെറ്റൊന്നുമില്ല. എന്തുണ്ട് തള്ള വിശേഷം ചോദിക്കുമോ? അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ സംസ്കാരം നിറഞ്ഞ പദങ്ങൾ തന്നെ വേണം. അല്ലെ, ഗുരുവിൻ്റെ കാലേ പിടിപ്പിച്ചു, ഒരിടയ്ക്ക് പരാതിയായിരുന്നല്ലോ. പിന്നെ ഗുരുവിൻ്റെ എവിടെയാ തൊട്ടുകുട്ടി തൻ്റെ ആ ശിഷ്യൻ്റെ ശിഷ്യഭാവം പ്രകടിപ്പിക്കേണ്ടത്? എത്രമാത്രം അധപ്പതിച്ചു നോക്കൂ. അത് ചർച്ചയാക്കുന്ന പത്രങ്ങൾ തെറ്റാണ് എന്നല്ലേ പറയേണ്ടത്? അപ്പം ഇതാണ് ഈ നിയമങ്ങൾ. ആ വീട്ടിലാണ് ഈ നിയമങ്ങളെല്ലാം ആദ്യം നടപ്പിലാക്കേണ്ടത്. എന്തിനാണ് നിയമങ്ങൾ സ്വാതന്ത്ര്യം കളയില്ലേ എന്ന് ചോദിക്കുമ്പം വള്ളിക്കാവിൽ അമ്മ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. മക്കളെ, നിയമം അനുസരിച്ചില്ലെങ്കിൽ അപകടമാണ്. ട്രാഫിക് പോലീസുകാരൻ ഇങ്ങനെ കൈ കാണിക്കുമ്പം ഞാൻ അങ്ങനെ നിർത്താൻ ആളൊന്നും അല്ല, തന്നെക്കാളും വലിയ ഉദ്യോഗസ്ഥനാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ അടയാളം കാണിക്കാതെ വണ്ടി കടത്തുമ്പോൾ എന്തു പറ്റും? ആൾ മരിച്ചു, വണ്ടി ഇടിക്കും. നിയമം അനുസരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ്. നിയന്ത്രണം ആവശ്യമാണ്, ധാർമ്മികമായ നിയന്ത്രണം. ഇത്ര സുന്ദരമായ ഉദാഹരണം നോക്കൂ. അപ്പം അങ്ങനെ നമ്മൾ എവിടം വരെ എടുത്തേ? എത്രാമത്തെ ശ്ലോകം ഇപ്പോൾ ചൊല്ലിയേ? എത്രാമത്തെ ശ്ലോകം ചൊല്ലിയപ്പം? എന്തോ 42? ഇനി 42 അല്ലേ? ആശ്രമേ മുനിമാസീനം ജ്വലന്തമിവ പാവകം ദൃഷ്ട്വാ നനാമ ഭരതഃ സാഷ്ടാംഗം അതിഭക്തിദഃ. ആശ്രമേ, ആശ്രമത്തിൽ, മുനിം ആസീനം, ആശ്രമത്തിലിരുന്ന് മുനിയെ ദർശിച്ചിട്ട്, മുനിം ദൃഷ്ട്വാ ഭരതഃ ജ്വലന്തമിവ പാവകം, ജ്വലന്തം പാവകം ഇവ, ജ്വലിക്കുന്ന അഗ്നി പോലെ ആശ്രമത്തിലിരിക്കുന്ന മുനിയെ ദർശിച്ചിട്ട്, ആ ജ്വാല എന്താണ്? ആ തപസ്സിൻ്റെ ഐശ്വര്യമാണ്. മുനിയെ കണ്ടിട്ട് ഭരതഃ അതിഭക്തിദഃ, അതിഭക്തിയോടുകൂടി സാഷ്ടാംഗം നനാമ, ആ മുനിയെ നമസ്കരിച്ചു. ഭരദ്വാജാശ്രമത്തെത്തി, മുനിയെ കണ്ടു, അദ്ദേഹത്തെ നമസ്കരിച്ചു. ജ്ഞാത്വാ ദാശരഥിം പ്രീത്വാ പൂജയാമാസ മൗനിരാട് പപ്രച്ഛ കുശലം ദൃഷ്ട്വാ ജടാവൽക്കലധാരിണം. ജ്ഞാത്വാ ദാശരഥിം, ഈ വന്നിരിക്കുന്നത് ദാശരഥി, ദശരഥൻ്റെ പുത്രനാണ്, ഭരതനാണെന്ന് അറിഞ്ഞിട്ട് ആ മുനിരാട്, മുനിയുടെ നേതാവ് എന്ന് പറഞ്ഞാൽ മുനിനായകൻ, പ്രീത്യാ പൂജയാമാസ, സ്നേഹപൂർവം രാജാവിനെ പൂജിച്ചു, ആദരവ് പ്രകടിപ്പിച്ചു. പപ്രച്ഛ, ചോദിച്ചു, കുശലം, കാര്യങ്ങളൊക്കെ ദൃഷ്ട്വാ ജടാവൽക്കലധാരിണം. മുനി ഇപ്പം ഭരതൻ ചെന്നേക്കണം എങ്ങനെയാ? രാമൻ്റെ അതേ വേഷത്തിൽ തന്നെയാണ്. ഏട്ടൻ അതാണെങ്കിൽ എനിക്കത് മതി. അതാണ് സത്യസായി ബാബ പറഞ്ഞത്. എന്താണ് രാമായണത്തിൻ്റെ സന്ദേശം? രാമന് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, രാമന് രാജ്യം വേണ്ട, സീതയ്ക്ക് വേണ്ട, രാമന് രാജ്യം വേണ്ട, ലക്ഷ്മണന് രാജ്യം വേണ്ട, രാമന് രാജ്യം വേണ്ട, ഭരതനും വേണ്ട, ശത്രുഘ്നും വേണ്ട, രാമന് വേണ്ട, അയോധ്യാവാസികൾക്കാർക്കും വേണ്ട. രാമൻ ഈസ് ഈക്വൽ ടു ധർമ്മം. ധർമ്മത്തിന് വേണ്ടാത്തത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നുവോ അന്ന് നമ്മുടെ ജീവിതം രാമ സദൃശ്യമാകും, ശാന്തി പൂർണ്ണമായിരിക്കും. രാമൻ ഒരിക്കലും ദുഃഖിതനായിരുന്നില്ല.
ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വാൽമീകി രാമായണം നന്നായിട്ട് വായിച്ചിട്ടില്ല എന്ന് അറിയേണ്ടി വരും. പിന്നെ അത് രാമൻ കരയണില്ലേ? ഉണ്ട്. കരഞ്ഞു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയണമുണ്ട്. അത് കേൾക്കാണ്ട ഇത് പറയണതേ. ഈ ചാതുർവണ്യം മയാ സൃഷ്ടം, ചാതുർവണ്യം ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുദ്ധിജീവികൾ പറഞ്ഞത്. താഴെ പറയേണ്ടത് എന്താ? ഗുണകർമ്മ വിഭാഗശഃ. ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തി ചാതുർവണ്യം മയാ സൃഷ്ട. ഇനിയുണ്ടൊരു വാക്ക്, തസ്യ കർത്താരമഭിമാം. അതിൻ്റെ കർത്താവ് ഞാനാണെന്നറിയാം. വിദ്ധി, അറിഞ്ഞുകൊള്ളുക, അകർത്താരം അവ്യയം. അവ്യയനായ അകർത്താവായ അതും ഞാൻ തന്നെ. ഇത് ഉണ്ടാക്കിയത് ഞാനാണ്, ഇത് ഉണ്ടാക്കിയത് ഞാനല്ല എന്ന് നീ അറിയുക. എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ കുത്തിയിരുന്ന് ഗുരുനാഥൻ്റെ മുമ്പിരുന്ന് പഠിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ ശ്ലോകം പിടിച്ചിട്ട് പറയും. അവരിഷ്ടം പോലെ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളത് അതേപടി വിഴുങ്ങരുത് എന്നർത്ഥം. വിഴുങ്ങുമ്പോൾ എന്തു പറ്റും? ഇന്ന് പറ്റിയതൊക്കെ പറ്റും. ഈ ധർമ്മച്യുതി മുഴുവനും അതിൻ്റെ ചുവട് പിടിച്ച് വന്നതാണ്. അതുകൊണ്ടാണ് കവി ക്രാന്തദർശിയാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഈ ദർശന വൈഭവമില്ലാത്തവർ എഴുതുമ്പോഴാണ്, പറയുമ്പോഴാണ്, പാടുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് എന്നർത്ഥം. കാരണം ആശയത്തിന് അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അത് അതിശക്തവും കൂടിയാണ്. ആണ് വാളിനേക്കാൾ ബലം വാക്കിനുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം ഇങ്ങനെ ജടാവൽക്കധാരിയായിട്ട് നിൽക്കുകയാണ്. രാജ്യം പ്രശാസതസ്ഥിത്യ കിമേതത് വൽക്കലാധികം ആഗതോസികമർത്ഥം ത്വം വിവിനം മുനിസേവിതം. രാജ്യം പ്രശാസതഹാത്തേ. കുഞ്ഞേ, നീ നാട് ഭരിക്കുന്ന ആളല്ലേ. കിം ഏതത് അദ്യ ഏതത് വൽക്കലാധികം കിം. എന്താ ഇങ്ങനെ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്? ആഗതോസി, നീ എന്തിനാണ് വന്ന്? കിമർത്ഥം ത്വം വിപിനം മുനിസേവിതം. വിപിനം, മുനിമാർ താമസിക്കുന്ന ഈ വനത്തിലേക്ക് രാജാവായ നീ ഈ വസ്ത്രധാരണത്തോടുകൂടി എന്തിനു വന്നിരിക്കുന്നു? ഭരദ്വാജവചശ്രുത്വാ ഭരതസാശ്രുലോചനഃ സർവം ജാനാസി ഭഗവൻ സർവഭൂതാശയസ്ഥിതഃ. രാജാവേ, കസേരയിരിക്കണവനെ അക്കം കൂട്ടി മാത്രം വായിക്കണവനായിരിക്കരുത്, അക്ഷരവും കൂട്ടി വായിക്കണവനായിരിക്കണം. കൂട്ടി വായിക്കണവൻ മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാക്കണവനായിരിക്കണം. അങ്ങനെയുള്ളവർ കസേരയില്ലെങ്കിൽ എന്തു പറ്റുന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാ പറഞ്ഞേ, ഭരദ്വാജവശശ്രുത്വ. ആ ഭരദ്വാജമുനിയുടെ വാക്കുകൾ കേട്ടിട്ട് ഭരതഃ സാശ്രുലോചനഃ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, സർവം ജാനാസി ഭഗവൻ, എല്ലാം അങ്ങേക്കറിയാം. കാരണം എന്താ? സർവഭൂതാശയസ്ഥിതഃ, എല്ലാവരുടെയും ഉള്ളറിയുന്ന ആത്മസ്വരൂപനാണ് അങ്ങ് എന്ന് എനിക്കറിയാം. എന്തിനാ ഇങ്ങനെ എന്നോട് ചോദിക്കണേന്നർത്ഥം. ഈ അറിവുള്ളത് കൊണ്ടാണ് ഭരതൻ ആ പൊള്ളുന്ന കസേരയിൽ ഇരിക്കാതെ ഏട്ടനെ തപ്പി വന്നത്. അല്ലെങ്കിൽ എൻ്റെ അമ്മ, എനിക്കല്ലെങ്കിൽ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞ് കൗസല്യ അങ്ങനെ നാട് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മയാണ് രാക്ഷസിയാണ്, ഘോരയാണ്, പിശാചാണ്, ഞാൻ കൊല്ലാത്ത എന്താണെന്നറിയാമോ? ഏട്ടന് ഇഷ്ടപ്പെടില്ല. ആർക്കാ? രാമന് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ എന്താ? അത് ധർമ്മമല്ല എന്നറിയാവുന്നതുകൊണ്ടും എൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ഞാൻ നികൃഷ്ടനാകും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മാതൃഘാതകനാവുമായിരുന്നു. നമ്മുടെ മുഖത്ത് നോക്കിയാൽ പറയണത്. അച്ഛനമ്മയൊന്നും അവിടെ ഇല്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. ഈ ആശയം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലേ വേരൂന്നിയാൽ അവരുടെ ധർമ്മബോധം എന്തായിരിക്കും? ഉൾക്കരുത്ത് എന്തായിരിക്കും? ശക്തി എന്തായിരിക്കും? ഈ കവചമാണ് അവരെ തെറ്റുകളിൽ നിന്ന് എപ്പോഴും സംരക്ഷിക്കുന്നത്. ഭാരതത്തിൽ ആണിനെയും പെണ്ണിനെയും ചെറുപ്പത്തിലെ ഈ രക്ഷാ കവചമാണ് നമ്മൾ അണിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും നമ്മുടെ പെൺകുട്ടികളും
ആൺകുട്ടികളും ബഹുഭൂരിപക്ഷവും ധാർമ്മികമായിട്ട് ജീവിക്കുന്നതിൻ്റെ കാരണവും എല്ലായിടത്തും പുഴുക്കുത്തുകളുണ്ട്, അത് എല്ലാ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ അവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഈ ധർമ്മം. അതാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ സതി സാവിത്രി, ഒരാളുടെ പേരോടും പറയും, സീതാ സതി സാവിത്രി. ഭാരതത്തിലെ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചു വിദേശത്ത് നിന്നപ്പം. അവർ പറഞ്ഞു, ഞാൻ എന്തും സംസാരിക്കാം, ഇതുമാത്രം സംസാരിക്കാനുള്ള അറിവെനിക്കില്ല. ഞങ്ങളുടെ അമ്മമാരുടെ മഹിമ അത്ര ആഴമേറിയതാണ്. എന്നിട്ട് അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞത് സീതാ സതി സാവിത്രി, ഈ 3 പേരാണ് ഞങ്ങളുടെ മാതൃകാ സ്ത്രീരത്നങ്ങൾ. ആ കഥയിലൂടെ ആർജിക്കുന്ന ഉൾക്കരുത്ത് അവൾക്ക് സ്വയം പടച്ചട്ടയായിട്ട് മാറുകയാണ്. ശക്തിയുടെ ഭാഷ, ധർമ്മത്തിൻ്റെ ഭാഷ. അതുതന്നെയാണ് ആ ബ്രഹ്മവിഷ്ണു മഹേന്ദ്രന്മാർ അനസൂയയുടെ എടുത്തിട്ട് പറയില്ലേ, ഞങ്ങൾക്ക് ആഹാരം തരണേന്ന് പറഞ്ഞു. തരാലോ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്കൊരു വ്രതമുണ്ട്, പിറന്ന പടി നിന്ന് വേണം ഭക്ഷണം തരാൻ. അതിനെന്താ കുഴപ്പമില്ല, ഇരുന്നോളൂ, പിറന്ന പടി എന്നെ ഭക്ഷണം എഴുതി തന്നെ. കാരണം അമ്മാകത്ത് പോയി കുറച്ച് തീർത്ഥം കൊണ്ട് ഇങ്ങനെ തളിച്ചു. പിന്നെ കീ എന്നുള്ള കരച്ചില, തൊട്ടിൽ കിടന്ന പരിവായി 3 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഏത് മനോഭാവമുള്ള പുരുഷനെയും ശക്തയായ സ്ത്രീക്ക് പുത്രതുല്യം മാറ്റാൻ അവളുടെ മനഃശക്തി കൊണ്ട് സാധിക്കും. ആ ഉൾക്കരുത്ത്, ആ മാതൃത്വത്തിൻ്റെ ശക്തിയാണ് അവിടെ കാണിച്ചത്. അങ്ങനെയാണ് ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും സരസ്വതി ദേവിയും തപ്പി വന്നപ്പോൾ 3 തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക, ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഇവരെ ഈ പരുവത്തെ കണ്ടിട്ടില്ല അവർ. അല്ലേ ആ കഥയുടെ താല്പര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങേക്ക് എല്ലാം അറിയാം. ഇനി നിങ്ങളിടുക. തഥാപി പൃച്ഛസേ കിഞ്ചിത് തദനുഗ്രഹേവ മേ കൈകേയായത്കൃതം കർമ്മ രാമരാജ്യവിഘാതനം വനവാസാദികം വാപി നഹി ജാനാമി കിഞ്ചന ഭവത്പാദയുഗം മേദ്യ പ്രമാണം മേ അദ്യ പ്രമാണം മുനിസത്തമാ ഇത്യുക്ത പാദയുഗളം മുനേ സ്പൃഷ്ടാർത്ഥമാനസഃ ജ്ഞാതുമർഹസി മാം ദേവാ ശുദ്ധോ വാ ശുദ്ധയേവ വാ. തഥാ അപി എങ്കിലും അങ്ങ് കിഞ്ചിത് പൃച്ഛസേ, അങ്ങയ്ക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേഷം കെട്ടി വന്നേക്കണമെന്ന് അങ്ങയ്ക്കറിയാം. എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങയ്ക്കറിയാമെങ്കിൽ ചോദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ പറയണം. അങ്ങയ്ക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കിഞ്ചിത് പൃച്ഛസേ, ചിലർ ചോദിക്കുന്നു. തതുമേ അനുഗ്രഹ ഏവ, അതെനിക്കൊരു അനുഗ്രഹമാണ്. കാരണം എന്താ? ഭരതനോട് ഇത് ചോദിച്ച് ഭരതൻ പറഞ്ഞാലാണ് ചുറ്റുവട്ടമുള്ളവർ ഭരതൻ എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അല്ലേ? എന്തിനാ ഭരതൻ? ആ ഭരതൻ്റെ മഹിമ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, സീതയുടെ മഹിമ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ലോകം അന്ന് ചുറ്റിനുള്ളവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലങ്കയിൽ വച്ച് സീതയെ ആ ആദ്യത്തെ അഗ്നിപ്രവേശനം നടത്തുന്നത്. ലക്ഷ്മണൻ്റെ മഹത്വം ലോകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആഭരണം. ആരുടെയാണ് ലക്ഷ്മണ? കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് ആരുടെയാണെന്ന് നീ നോക്കി പറയൂ. മാലയും വള ആരുടെയാണെന്ന് എനിക്കറിയാൻ മേല, കമ്മലും അറിയാൻ മേല. കാലേ കിടക്കുന്ന നൂപുര എൻ്റെ ഏട്ടത്തിയമ്മയുടെയാണ്. കാരണം എന്നും നമസ്കരിക്കുമ്പോൾ ഞാൻ ആ പാദത്തിൽ അത് കണ്ടിട്ടുണ്ട്. ഏട്ടത്തിയമ്മയും ഭർത്താവിൻ്റെ അനുജനും തമ്മിലുള്ള ബന്ധം ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ജ്യേഷ്ഠൻ്റെ ഭാര്യ മാതൃസമയാണ്, അമ്മയ്ക്ക് തുല്യമാണ്. അതുകൊണ്ട് പറയാണ് രാമരാജ്യവിഘാതനം. ഈ രാമൻ രാജാവായി അഭിഷേകം നടത്തേണ്ട വിഘാതം ഉണ്ടായത് വനവാസാധികം വാ അഭി, ഈ കാട്ടിൽ പോയതിനും യത് കർമ്മ കൈകേയ്യാകൃതം, ഇത് കൈകേയി എൻ്റെ അമ്മ ചെയ്തതാണ്. കിഞ്ചന നഹി ജാനാമി, എനിക്കൊന്നും അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഹേ മുനിസത്തമാ, ഞാൻ അറിഞ്ഞല്ല ഇതൊന്നും നടന്നത്. അദ്യമേ ഭവത്പാദയുഗം പ്രമാണം, ഇതിന് എനിക്ക് അങ്ങയുടെ തൃപ്പാദമാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ പാദത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്യാൻ തയ്യാറാണെന്നർത്ഥം.
ആർത്തമാനസഹായിതി യുക്ത, വളരെ ദുഃഖത്തോടുകൂടി ഉള്ളുടറി ഇങ്ങനെ പറഞ്ഞപ്പോൾ മുനേഹേ പാദയുഗളം സ്പൃഷ്ട, ഇങ്ങനെ പറഞ്ഞ് മുനിയുടെ പാദത്തിൽ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. ഇല്ലേ, ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ അതിക്രമം കാണിച്ചവരകത്ത് കിടക്കുമ്പം അവരുടെ മക്കൾ അവരെ കുറ്റി തള്ളിപ്പറയുമ്പോഴും നൊമ്പരത്തോടെ അല്ലേ. നമ്മുടെ വീട്ടിലൊരു കുട്ടി വേണ്ടാതിനം ചെയ്താൽ നമ്മളവനെ തള്ളിപ്പറഞ്ഞാലും ഉള്ളിൽ നൊമ്പരം ഉണ്ടാവും. അമ്മയല്ലേ ചെയ്തത്, അമ്മ മോശക്കാരിയാണെന്ന് പറഞ്ഞാലും അമ്മയാണല്ലോ. ആ ഒരു ദുഃഖവും ഉള്ളറിയാണ് ഭരദ്വാജൻ്റെ തൃപ്പാദത്തിൽ പിടിച്ച് പറയുന്നത്, ദേവാ മാം ശുദ്ധ അശുദ്ധ ഏവവാ, ഞാൻ ശുദ്ധനാണോ അശുദ്ധനാണോ, ഞാൻ കപടനാണോ സത്യസന്ധനാണോ എന്നുള്ളത് ജ്ഞാതും അർഹസി, അങ്ങേക്ക് അതറിയാൻ കഴിയുമല്ലോ. എനിക്ക് അങ്ങയുടെ മുമ്പിൽ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ അല്ലേ. അതാണ് നമ്മുടെ കോടതിയും മഹാത്മാക്കളുടെ കോടതിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കോടതിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ തെളിവൊക്കെ വേണം, അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം, അല്ലാണ്ട് അവർക്ക് നിവൃത്തിയില്ല. മറ്റേ മഹാത്മാക്കളുടെ കോടതിക്ക് അത് വേണ്ട, അവിടെ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ന്യായക്കോടതിയും മറ്റു സത്യക്കോടതിയാണ്. ഇത് നമ്മുടെ ഫിലിപ്പം പ്രസാദ് ഒരിക്കലൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, വേണ്ടത്ര തെളിവുകളില്ലാത്തത് കൊണ്ട് നമ്മുടെ കോടതി എന്നെ വിട്ടയച്ചു, വേണ്ടത്ര തെളിവുള്ളത് കൊണ്ട് ഈശ്വരൻ്റെ കോടതിയിൽ ഞാനിപ്പോഴും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേത് കോടതിയാ? മനസ്സിൽ സാക്ഷിസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ എപ്പോഴും നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഉള്ളറിഞ്ഞ് പശ്ചാത്താപിക്കുന്നതുവരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എടാ നീ ചെയ്ത് ശരിയാണോ, അവിടെ നിന്നൊന്ന് രക്ഷപ്പെടണ്ടേ. എവിടെന്നാ? ഈ അകത്തിരുന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരാളില്ലേ, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ പിന്നെ സ്വസ്ഥമാണ്. പ്രസാദം കഴിക്കാറായി. കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഹി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാ.